ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻ എ പേഴ്സ് ദർ ആർ ₹50 കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ദ ഡിനോമിനേഷൻ ഓഫ് 20 പൈസ ആൻഡ് 50 പൈസ. ദസ് ദർ ആർ ടോട്ടൽ ഓഫ് 160 കോയിൻസ് ഇൻ ദ പേഴ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻസ് 50 പൈസ. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. നമുക്ക് എന്താണോ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകുന്നത് ആ കാര്യങ്ങൾ എടുക്കാം. ഒരു പേഴ്സിൽ 50 രൂപയുണ്ട്. അത് 20 പൈസയുടെയും 50 പൈസയുടെയും കോയിൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടോട്ടലിൽ 160 കോയിനുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് നമ്മൾ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ എടുത്താൽ മതി, അല്ലാതെ ക്വസ്റ്റ്യൻ മൊത്തം അരിച്ച് പെറുക്കി വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന 50 പൈസയുടെ എത്ര കോയിൻ ഉണ്ടെന്നാണ്, അല്ലാതെ ഈ ഡിനോമിനേഷൻ എന്നുള്ള വാക്ക് കണ്ടിട്ടൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ എന്തോ വലിയ പാടാന്ന് എഴുതിയിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇത് 2 രീതിക്ക് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. അത് എക്സാമിന് നമുക്ക് ബുക്കൊക്കെ വായിച്ച് ബുക്ക് വഴി പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരാളും അല്ലാതെ ക്ലാസ്സസ് കണ്ട് മെത്തേഡ്സ് മനസ്സിലാക്കി വരുന്ന ഒരാളും 2 രീതിക്ക് ചെയ്യും. ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് വരുന്ന ഒരാൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നോർമലായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? ആദ്യം A+B. ഇപ്പോൾ A 20 പൈസ ആയിക്കോട്ടെ, B 50 പൈസ ആയിക്കോട്ടെ. A+B എത്രയുണ്ട്? 160 കോയിനുണ്ട്. 20 പൈസയുടെ A കോയിൻസും 50 പൈസയുടെ B കോയിൻസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്രയാവും? ₹50 രൂപയാവും. ഈ 50 രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ്? 5000 പൈസയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇവിടെ ഒരു 20 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ 20A ആവുമല്ലോ, ഇവിടെ 20A ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ 20A പ്ലസ് 20B ഈക്വൽ ടു 20 × 160 എത്രയാ? 2 × 16 32 32,3200 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു. 20A പ്ലസ് 20B ഈക്വൽ ടു 3200. ഇനി അത് ഈ 20A പ്ലസ് 50B നിന്ന് ഈ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20B കിട്ടത്തില്ലേ? കാരണം ആ 20A 20Aയും കട്ടായി പോയിക്കോളും. ഈ 20Aയും കട്ടായി പോയിക്കോളും. പിന്നെ 50 നിന്ന് 20 കുറച്ച് 30B കിട്ടും. 30B ഈക്വൽ ടു 5000 മൈനസ് 3200 1800 കിട്ടും. 0 കട്ടായി പോവും. 3 150 കൂടി 60. നമുക്ക് B അല്ലേ വേണ്ടത്? അതായത് 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന്, 50 പൈസയുടെ ഒപ്പം നിൽക്കുന്ന കോഎഫിഷ്യൻറ്റ് B അല്ലേ? അപ്പോൾ B ആണ് നമുക്ക് വേണ്ടത്. B 60 കിട്ടി. ഓപ്ഷൻ C കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന ഒരാളും ക്ലാസ്സസ് അത്യാവശ്യം യൂട്യൂബിലോ എവിടെയെങ്കിലും നോക്കി ക്ലാസ്സസ് ഒക്കെ റെഫർ ചെയ്ത്, ബുക്സ് മാത്രമല്ലാതെ ക്ലാസ്സസ് കണ്ടിട്ട് വരുന്ന ഒരാൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും? 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അറിയുന്ന ഒരാൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഈ 160 കോയിനും 20 പൈസയാണെങ്കിൽ എത്ര രൂപ വരും? അതായത് ഈ 160 കോയിനും 20 പൈസയാണെങ്കിൽ 20 പൈസ എന്ന് പറഞ്ഞാൽ 5 20 പൈസ ഉണ്ടെങ്കിൽ 1 രൂപയാവുള്ളൂ. 160 കോയിനും 20 പൈസയാണെങ്കിൽ 160/5 32 രൂപ വരും. 160 കോയിനും 20 പൈസ ആയിരുന്നെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുക, 2 എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി, അലിഗേഷൻ ചെയ്യാൻ വേണ്ടി. ഇനി 160 കോയിനും 50 പൈസ ആയിരുന്നെങ്കിലോ? 160/2 80 രൂപ ഉണ്ടായേനെ. 50 പൈസ 250 പൈസയാണല്ലോ 1 രൂപ. പക്ഷെ നമുക്ക് ശരിക്കും എത്രയാണ് വന്നേക്കുന്നത്? 50 രൂപയാണ് പേഴ്സിലുള്ളത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 30. ഇവിടെ കിടക്കുന്ന 32 50 12 18. അപ്പോൾ 30:18. കട്ട് ചെയ്യാൻ എന്താ ഉള്ളത്? 6 വെച്ച് കട്ട് ചെയ്യാം. 3 5. അപ്പോൾ 5:3 എന്ന് കിട്ടി. കളർന്ന് മാറ്റാം. 5:3 എന്ന് കിട്ടി. ഈ 5ഉം 3ഉം 8. ഈ 8ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. നമുക്കിവിടെ എന്താ കിട്ടുന്നത്? ഈ റേഷ്യോ എന്താ കിട്ടുന്നത്? കോയിൻസിൻ്റെ എണ്ണ കിട്ടുന്നത്. അപ്പോൾ 5 3 8 160 കിട്ടി. 8 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 160നെയാണ്. എത്ര ആയിരിക്കണം? ×20 ആണ് വന്നേക്കുന്നത്. നമുക്ക് വേണ്ടത് ഏതാ? നമുക്ക് ഈ 80 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് 50 പൈസ തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ 3 × 20 60. 3 × 20 60. ഓപ്ഷൻ C. ഇങ്ങനെയും ചെയ്യാം. 2 പോയിന്റ് ഓഫ് വ്യൂവിലും ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. പക്ഷെ ഞാൻ അലിഗേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറയുന്നത് കാരണമാണ് ഇത്രയും ടൈം എടുത്തത്. ഞാൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം? പെട്ടെന്ന് എക്സാമിന് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ക്വസ്റ്റിനൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് 20 പൈസയുടെയാണ് 160 കോയിൻ എല്ലാം എന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പം 160/5 32 കിട്ടി. 160 കോയിൻ 50 പൈസ ഞാൻ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയാണ് 80 വന്നു.
പക്ഷെ നമുക്ക് 50 വന്നേക്കുന്നത്. ഇതിൻ്റെ വാല്യൂ ആണ് 30, ഇതിൻ്റെ വാല്യൂ ആണ് 18, 8 ആണ് 6 ചേട്ടാ 3 5 3 5 8ൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 160. 8 × 20 ആണ് 160. നമുക്ക് വേണ്ടത് 50 പൈസേൻ്റെയാണ്. 3 × 20 3 × 20 60 കഴിഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 രീതിക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആ ഏത് തരുന്ന ക്വസ്റ്റ്യനെയും നമ്മുടെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നുള്ളൊരു ആ ഒരു സമയത്തെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.